ഇപ്പോൾ ഇറാന്റെ പ്രതിരോധ മന്ത്രി അല്പം മുമ്പ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നിർബന്ധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭയപ്പെടുത്തിക്കൊണ്ട് സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് അധിനിവേശക്കാരുടെ സ്ഥിരം പണിയാണ്. അതിന് ഞങ്ങൾ വഴങ്ങിക്കൊടുക്കില്ല. പകരം ഈ മേഖലയിൽ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് യുഎസിന്റെ ഇടപെടലാണ്. അത് ഓരോ ഇടപെടലും പരിശോധിച്ചാൽ വ്യക്തമാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് നേരെ വരുന്ന ഓരോ അക്രമിയെയും ഞങ്ങൾ തിരിച്ചടിച്ചു തന്നെയായിരിക്കും പറഞ്ഞയക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ട്രംപിന്റെ പ്രസ്താവനകൾ കൂടി ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട്. അതിൽ അദ്ദേഹം ഏറ്റവും ഒടുവിൽ നടന്ന ആക്രമണത്തെ അദ്ദേഹം പരാമർശിച്ചിട്ടില്ല. അദ്ദേഹം വീണ്ടും പരാമർശിക്കുന്നത് ഫോർദോയിലെയും ഇസ്ഫഹാനിലെയും നെതാൻസിലെയും ആണവ പ്ലാനുകൾക്ക് ഉണ്ടാക്കിയ നാശവും അതുവഴി ഉണ്ടാക്കിയ നേട്ടവുമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ടുവരുന്നത് മേഖലയിൽ കൂടുതൽ സങ്കീർണതകൾ സൃഷ്ടിക്കാൻ യുഎസ് ആഗ്രഹിക്കുന്നില്ല എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ കൂടി വൈറ്റ് ഹൌസിനെ ഉദ്ധരിച്ചുകൊണ്ട് യുഎസ് മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗൾഫ് രാഷ്ട്രങ്ങളുടെ നിലപാട് തന്നെയാണ്. കാരണം ഗൾഫ് രാഷ്ട്രങ്ങളുടെ നിലപാടിനനുസരിച്ചായിരിക്കും യുഎസിന് ഇനി ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം നടത്താൻ സാധിക്കുകയുള്ളൂ. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം സൗദി അറേബ്യയാണ്. സൗദിയുടെ പ്രതികരണം നമ്മൾ നേരത്തെ കേട്ടതാണ്. അതിൽ കൃത്യമായി പറയുന്നത് അതിൽ വളരെ ശക്തമായ ഭാഷയിൽ ഇറാന്റെ ഖത്തറിലേക്കുള്ള ആക്രമണത്തെ അപലപിക്കുന്നുണ്ട്. അവരുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ആക്ഷേപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനെ നിലക്ക് നിർത്താൻ അന്താരാഷ്ട്ര സമൂഹവും ഒപ്പം തന്നെ യുഎൻ ഏജൻസികളും ഇടപെടണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്രസ്താവനയുടെ അവസാന ഭാഗം നേരത്തെ ഖത്തർ ഇറക്കിയ പ്രസ്താവന പോലെ തന്നെ കൃത്യമാണ്. അതായത് ചർച്ചയിലേക്ക് സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് മേഖലയിൽ സംഘർഷത്തിനുള്ള സാധ്യതകൾ ഒഴിവാക്കണമെന്നുള്ളതാണ് സൗദി അറേബ്യ പറയുന്നത്. എന്ന് വെച്ചാൽ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ഇതിന്റെ പേരിൽ ഒരു തിരിച്ചടി ഒരു പക്ഷേ തിരിച്ചടി ഇറാൻ നൽകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇറാന്റെ പ്രതികരണം നേരത്തെ വളരെ കൃത്യമാണ്. അവർ പറഞ്ഞത് ഖത്തർ ഞങ്ങളുടെ മിത്രമാണ്, അവിടെയുള്ളത് ഏറ്റവും ഞങ്ങളുടെ മികച്ച സുഹൃത്തുക്കളാണ്, അവരുമായുള്ള ബന്ധത്തിൽ ഒരു കോട്ടം വരുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പകരം ഞങ്ങൾ ആക്രമിച്ചത് അമേരിക്കയെയാണ്, അവരുടെ താവളം മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത്, സിവിലിയന്മാരെ ഞങ്ങൾ ലക്ഷ്യം വെച്ചില്ല എന്നുള്ളതും അവരുടെ സൈന്യം കൃത്യമായി പറയുന്നുണ്ട്. അതിന് ആനുപാതികമായിട്ട് തന്നെയാണ് ഖത്തറിന്റെയും പ്രതികരണം വന്നത്. എന്ന് വെച്ചാൽ മേഖലയിലെ ഗൾഫ് രാഷ്ട്രങ്ങൾ ഒരു സംഘർഷത്തിലേക്ക് പോകുവാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ മേഖല എന്ന് പറയുന്നത് വർഷങ്ങളായി പലതരത്തിലുള്ള സംഘർഷങ്ങളിലൂടെ കടന്നുപോയതാണ്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ നേരത്തെ ഇറാനുമായി നിന്നിരുന്ന ഒരു ബന്ധത്തിന്റെ രീതി എന്ന് പറയുന്നത് പോലും വളരെ ശത്രുതയിലായിരുന്നു. പക്ഷേ സമീപകാലത്ത് അവരുടെ പ്രസിഡന്റിനെ അടക്കം വിവിധ പരിപാടികളിലേക്ക് സൗദിയിലേക്ക് ക്ഷണിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്ന് വെച്ചാൽ മേഖലയിലേക്ക് കൂടുതൽ സമാധാനാന്തരീക്ഷം കൊണ്ടുവരിക എന്നതാണ് ഇപ്പോൾ സൗദി അറേബ്യയുടെ നിലപാട്. അതിന്റെ ഭാഗമായാണ് നേരത്തെ യമനുമായും ഇറാനുമായും ഒക്കെ സൗഹൃദ അന്തരീക്ഷത്തിലേക്ക് എത്തിയത്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണത്തിന് പിന്നാലെയാണ് കൂടുതൽ സങ്കീർണമായ കാര്യങ്ങളിലേക്ക് സ്ഥിതി പോകുന്നത്. ഇപ്പോൾ അല്പം മുമ്പ് ഇസ്രായേലിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. കാരണം അവർ പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനടി ആക്രമണം അവസാനിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. ഇന്നലെയും ഇന്നുമായി നടന്ന ഇറാനിലെ ആക്രമണങ്ങളുടെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ, കാരണം ഈ 3 പ്ലാന്റുകളിൽ നേരെ യുഎസ് ആക്രമണം നടത്തിയ ശേഷം ഇറാനിൽ ഇപ്പോൾ ആക്രമണം ഇസ്രായേൽ നടത്തുന്ന രീതി എന്ന് പറയുന്നത് പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണമാണ് ഇന്ന് പകൽ മുഴുവൻ ഇറാനിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അവരുടെ സൈന്യം അവകാശപ്പെടുന്നത്. എന്ന് മാത്രമല്ല മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ, മിസൈൽ ലോഞ്ച് പാഡുകൾ അവ കൂടുതലായി നശിപ്പിച്ചതായും പറയുന്നുണ്ട്. ഇത് ഇറാനും ഇന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്നലെയും ഇന്നുമായി വിവിധ സൈനികർ കൊല്ലപ്പെട്ടതായും പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെ മുതൽ ഏതാണ്ട് ഒരൊറ്റ തവണ മാത്രമാണ് മിസൈൽ ആക്രമണം ഇസ്രായേലിലേക്ക് നടന്നത് എന്നുള്ള ശ്രദ്ധേയമാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം യുഎസ് താവളങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്താൻ ഇറാൻ കാത്തിരിക്കുകയായിരുന്നതാണ്. അത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടിയുണ്ട്. അതിൽ ഒന്നാമത്തേത് പശ്ചിമേഷ്യയിലെ 3 പ്രധാന കേന്ദ്രങ്ങളിൽ കൂടി യുഎസ് ഇപ്പോൾ ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഒന്ന് സിറിയയാണ്, രണ്ടാമത്തേത് ഇറാഖാണ്, 3 GCC രാഷ്ട്രങ്ങളിൽ തന്നെ പെട്ട ബഹ്റൈന് നേരെയാണ്. ബഹ്റൈനിലാണ് യുഎസിന്റെ ഏറ്റവും വലിയ 2ാമത്തെ സൈനിക താവളം എന്ന് വിശേഷിപ്പിക്കാവുന്ന കേന്ദ്രമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഹ്റൈന് നേരെ ഒരു ആക്രമണം നടക്കുമോ എന്നുള്ള ആശങ്ക കൂടി ട്രംപിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഒരു ആക്രമണം നടന്നാൽ അതിന് കൂടി പ്രത്യാഘാതം എന്നുള്ളത് എന്തായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ഒരുപക്ഷെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്നത്. കാരണം ഇവിടെ ഇനി ആക്രമണം നടന്നില്ലെങ്കിൽ ഒരുപക്ഷെ പതിയെ ഗൾഫ് രാഷ്ട്രങ്ങൾ കൂടി ഇടപെട്ട് ഒരു സമാധാന വഴിയിലേക്ക് ഇത് എത്തിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും കരുതുന്നത്. അതേസമയം അതല്ല, കൂടുതൽ ആക്രമണം നടക്കുകയാണെങ്കിൽ അതിൽ ട്രംപിന്റെ നിലപാട് സ്വാഭാവികമായിട്ടും വളരെ വലുതായിരിക്കും. പ്രത്യേകിച്ച് ട്രംപിന്റെ
ട്രംപിന്റെ ക്യാമ്പിനകത്ത് തന്നെ മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെതിരെ വലിയ അമർശമുണ്ട്. അതുകൊണ്ട് ഇനിയൊരു യുദ്ധം വേണ്ട എന്നുള്ള സ്വഭാവത്തിലാണ് ട്രംപ് ഇതുവരെ നിന്നത് എന്ന് മാത്രമല്ല അക്കാര്യം അവർ അറബ് രാഷ്ട്രങ്ങൾ വഴി ഇറാനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഇസ്രായേൽ പോലും ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തെ റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആക്രമണം അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അവർ ഉദ്ദേശിച്ചിരുന്ന ലക്ഷ്യമെന്ന് പറയുന്നത് ഇവരുടെ ആണവ പദ്ധതി ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 വർഷത്തെങ്കിലും തള്ളിക്കൊണ്ടു പോകുന്നതാണ്. അത് ആ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന്